ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തികഞ്ഞ പല കാര്യങ്ങളെ പറ്റിയാണ്. ദൈവസന്നിധി നാം എങ്ങനെ തികവുള്ളവരായി തീരുവാൻ കഴിയും, അതിനെപ്പറ്റിയാണ് ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ലക്ഷ്യം തികഞ്ഞതായിരിക്കണം, ആ നിലയിൽ നാം ലക്ഷ്യം ഏറ്റെടുക്കണം എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലും അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ഈ 17-ാം അധ്യായത്തിൽ കാണുന്ന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ദൈവത്തോട്, തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായി തീരേണ്ടതിന് തന്നെ. ഐക്യത്തിൽ തികഞ്ഞവരായി തീരണം എന്ന് ഇവിടെ കർത്താവ് തന്നെ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഐക്യത്തിൽ തികഞ്ഞവരാകുക, വിട്ടുവീഴ്ചയില്ലാത്ത ഐക്യം വിട്ടുവീഴ്ചയില്ലാതെ ഐക്യം നിലനിർത്തുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ പ്ലാൻ ദൈവമക്കൾ ഐക്യത്തിൽ നിറഞ്ഞവരാകണം എന്നുള്ളതാണ്. വിവിധ സാഹചര്യങ്ങളിൽ നിന്നും വിവിധ പ്രകൃതിയുള്ളവരായി ചേർന്ന് വന്ന നാം എല്ലാവരും യോഗ്യതയിലും ബുദ്ധിയിലും വിവേകത്തിലും അറിവിലും വിദ്യാഭ്യാസത്തിലും പല തട്ടിലുള്ളവരാണ്. എല്ലാവരും വ്യത്യസ്തരാണ്, ഒരാളെ പോലെ വേറൊരാളില്ല. നാം എങ്ങനെ തികഞ്ഞ ഐക്യം പ്രാപിച്ചെടുക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ വ്യത്യസ്തത അറിഞ്ഞ് നമ്മിൽ വസിക്കുന്ന ക്രിസ്തു വിവിധ നിലകളിൽ നമ്മുടെ പരിമിതികൾ അറിഞ്ഞ് നമ്മെ തനിക്കായി ഉപയോഗിക്കാനായി പ്രവർത്തിക്കുന്നു. അവിടുന്ന് തൻ്റെ സ്നേഹത്താലും കരുണയാലും നമ്മെ ഒന്നാക്കി മാറ്റുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നായി തീരുക എന്നതാണ് ദൈവം വെച്ചിരിക്കുന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. എഫേസ്യർ 1:10. ആ വ്യവസ്ഥയോട് സഹകരിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം പ്രിയമുള്ളവരെ. ആ നിലയിൽ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി നമ്മുടെ ജീവിത ശൈലിയിൽ നമുക്കൊരു തികവുണ്ടായിരിക്കണം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് റോമർ 12:1-3 വരെയുള്ള വാക്യങ്ങളാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ 3 വ്യത്യസ്ത ക്രിയകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിലേ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഏറ്റെടുക്കാനാവൂ. ആത്മാവ് വീണ്ടും ജനിക്കണം. മനസ്സ് വചനത്താൽ ദിനംതോറും പുതുക്കപ്പെടണം. ശരീരം ദിനംതോറും സമർപ്പിക്കപ്പെടണം. നമ്മെ തന്നെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കണം. യാഗപീഠത്തിൽ വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ അവകാശമില്ല. ആകാനാണ് വയ്ക്കുന്നത്. നമ്മുടെ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും എല്ലാം യാഗപീഠത്തിൽ വയ്ക്കുക. നമ്മെ നടത്തേണ്ടുന്ന വിധത്തിൽ മനോഹരമായി നാഥൻ നടത്തിക്കൊള്ളും. പ്രിയമുള്ളവരെ, നമ്മളെ അവിടുത്തെ സന്നിധിയിൽ യാഗമായി സമർപ്പിക്കുക. നാം ഇപ്പോൾ ഓർത്തതുപോലെ ഒരു യാഗവസ്തുവിനെ തീയുടെ മേൽ വെച്ചാൽ അത് പൂർണ്ണമായും കത്തിച്ചാമ്പലാണ്. നമ്മളിലുള്ള നിഗളം, അഹങ്കാരം, ഉന്നതഭാവം, വമ്പ് പറയുന്ന അവസ്ഥ, ഇതിൽ നിന്നെല്ലാം നമുക്കൊരു വിടുതൽ ലഭിക്കണം. പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധി നല്ല യാഗങ്ങളായി സമർപ്പിച്ചുവെങ്കിൽ മാത്രമേ തികഞ്ഞ ഒരു ദൈവപൈതലായിട്ട് ആത്മാവിൻ്റെ ആ ഐക്യതയിൽ മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. പിന്നെ തികഞ്ഞ ജ്ഞാനമുള്ളവരായി തീരണമെന്ന് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. 1 കൊരിന്ത്യർ 2:6 നമ്മളങ്ങനെ വായിക്കുന്നു. ദൈവം
ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഗ്രഹിക്കാൻ തികഞ്ഞവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതായത് ദൈവാത്മാവ് ഹൃദയത്തിൽ ആവസിച്ചവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവവിളിയുടെ പൊരുളും സന്തോഷവും അത് ലഭിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ വളരെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണമെന്ന് കർത്താവ് തികഞ്ഞ ജ്ഞാനം ഉള്ളവരായി തീരണമെന്ന് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവവിളിയുടെ പൊരുളും സന്തോഷവും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. പിന്നെ നമ്മൾ എബ്രായർ 5:8-9 വാക്യത്തിൽ വായിക്കുന്നത്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ നായകൻ പരിപൂർണനാക്കപ്പെട്ടത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? താൻ കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ബാല്യത്തിലെ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലതെന്ന് വിലാപങ്ങൾ 3:27 നാം വായിക്കുന്നുണ്ട്. ദൈവം ഉപയോഗിച്ചിട്ടുള്ള സകലരും ഉടച്ചിലിലൂടെ കടന്നു പോകുന്നവരാണ്. തകർച്ചയില്ലാതെ അനുഗ്രഹമില്ല. നമ്മളെ തന്നെ ഒന്ന് തകർത്ത് ഉടച്ച് ഒന്ന് പുതിയ ഒരു സൃഷ്ടിയാക്കി തീരുവാൻ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ കൊടുക്കാം. നമ്മളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും നീക്കി നല്ലൊരു പാത്രമാക്കി തീർക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. ആ അനുസരണത്തോടെ, ദൈവമേ ഞാനിതാ, എനിക്കൊരു കഴിവുമില്ല, എന്നെ തന്നെ നിന്റെ കരങ്ങളിൽ തരുന്നുവെന്ന് ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അവൻ നമ്മളെ നല്ലൊരു പൊൻപാത്രമായിട്ട് തികഞ്ഞവരായി അവൻ മെനഞ്ഞെടുക്കും. ആ നിലയിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവം പലപ്പോഴും തൻ്റെ മക്കളെ പലവിധ കഷ്ടങ്ങളിലൂടെയും പരിശോധനകളിലൂടെയും കടത്തിവിടുന്നു. എന്നിട്ട് നിശ്ചിത കാലത്തിനു ശേഷം അത്ഭുതകരമായ വിടുതലൊരുക്കുന്നു. കഷ്ടതയിൽ പഠിച്ച പാഠങ്ങൾ എക്കാലത്തും മനസ്സിൽ തറഞ്ഞിരിക്കും. ഒരു കഷ്ടതയും അനുഭവിക്കാതെ സുഖലോലുപരായി ജീവിച്ചിട്ടുള്ള ക്രിസ്ത്യാനിയെ കൊണ്ട് സഭയ്ക്കും ദൈവത്തിനും സമൂഹത്തിനും ഒരു പ്രയോജനവുമില്ല. ആകയാൽ കഷ്ടതയിലും പ്രശംസിക്കുവാൻ, നഷ്ടം വരുമ്പോൾ പാടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുകേ, ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ആ നിലയിൽ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ തികവുള്ളവരായി തീരുവാൻ നമുക്ക് ഉത്സാഹത്തോടെ മുന്നേറാം. ഇനി ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ഒരു തികഞ്ഞ വാക്ക്, യാക്കോബിൻ്റെ ലേഖനം 3:2 ഞാനിപ്പോൾ പറഞ്ഞത്. സൽഗുണപൂർത്തിയുള്ള പുരുഷന് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. പലരോട് പല വാക്കുകളില്ല. നിലപാടെന്നും ഒരേ രീതിയിലാണ്. ഹൃദയ പരമാർത്ഥതയുള്ള സമീപനം എല്ലാ സന്ദർഭത്തിലും എല്ലാവരോടും ഉണ്ടായിരിക്കണം. വാക്കിൽ തെറ്റാത്ത മനുഷ്യൻ ജീവിതത്തെ മുഴുവൻ ക്രമീകരിക്കുന്നവനാണ്. ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നിയന്ത്രിപ്പാൻ കഴിവുള്ളവനാണ്. ചുരുക്കത്തിൽ താൻ സൽഗുണപൂർണനാണ്. എല്ലാ തരത്തിലും തികഞ്ഞവരായിരിക്കാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ, ഈ ദിവസങ്ങളിലെ വചന കേൾവിയാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ നിലയിൽ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തികഞ്ഞവരായി മുന്നേറുവാൻ, ആ നിലയിൽ നമുക്ക് ഉത്സാഹത്തോടെ, നമുക്കൊരിക്കലും പൂർണ്ണതയിലേക്ക് എത്തുവാൻ കഴിയത്തില്ലെങ്കിലും അതിനുവേണ്ടി ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി മുന്നേറുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.